അങ്ങനെ ഒരു ആരോപണം ഇല്ലെന്ന്. ഇപ്പം എന്ത് പെട്ടെന്നല്ലേ മാറണത്. അപ്പം അച്ഛൻ അതുകൊണ്ട് പറഞ്ഞത് എന്തറിയോ, ഞാൻ വിചാരിച്ചത് എൻ്റെ പട്ടമാണ് ഏറ്റവും വലിയ ഉടമ്പടി എന്ന്. പക്ഷേ അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി നമുക്ക് പറഞ്ഞുറപ്പിക്കാൻ പറ്റാത്ത അച്ഛൻ്റെ സാക്ഷി നിങ്ങൾ കേൾക്കണം. കാര്യത്തെ ഒരു ജീവിത പ്രശ്നം ഉണ്ടായാൽ അച്ഛനാണെങ്കിലും ശരി ആരാണെങ്കിലും ശരി അമ്മ മാത്രമേ അഭയമുള്ളൂ. കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. അപ്പോൾ ഇതെന്താ വെച്ചാൽ സിസ്റ്ററിനുണ്ടായിട്ടുള്ള ദർശനങ്ങളിലൂടെയാണ് ഈ സത്യം വെളിപ്പെട്ട് വരണത്. അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടിയുടെ ഒരു ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉടമ്പടി സത്യസന്ധരാണെന്നും ദൈവത്തോട് അടുപ്പമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ദൈവം നമ്മളെ ദർശനങ്ങൾ കൊണ്ടും സ്വപ്നങ്ങൾ കൊണ്ടും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളെ അറിയിച്ചുകൊണ്ടിരിക്കും. ഉടമ്പടിയാണ് സാന്നിധ്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഉപാധിയല്ല, ഏറ്റവും വലിയൊരു സോഴ്സ് എന്ന് പറയണത് ഉടമ്പടിയാണ്. ഉടമ്പടിയിലൂടെയാണ് സാന്നിധ്യം, മറ്റെല്ലാ പ്രാർത്ഥനയെക്കാളും മനുഷ്യന് സാന്നിധ്യം മനസ്സിലാക്കുന്നത്, ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉടമ്പടിയുടെ സാധ്യത ഭയങ്കരമായ വലിയ സാധ്യതകളാണ്. നിങ്ങളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളതിന് ദൈവത്തിന് വലിയ പ്രാധാന്യമില്ലാതെ നിങ്ങളുടെ വിഷയങ്ങൾക്ക് മാത്രമാണ് എപ്പോഴും ആവലാതിയും വ്യാവലാതിയും കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് സാന്നിധ്യം ഫീൽ ചെയ്യാത്തത്. മറിച്ച് ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്നത് ദൈവത്തിന് വേണ്ടി ജീവിക്കാനാണ് എന്ന് പറഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്നത് ദൈവത്തിന് വേണ്ടി ജീവിക്കാനാണ്. എന്റെ കൃപയിലെ ഞാൻ നിലനിൽക്കാൻ ദൈവത്തിന് വേണ്ടി അധ്വാനിക്കുവാനുള്ള പ്രത്യേക അഭിഷേകം എനിക്ക് നൽകണമേ. ദൈവത്തെക്കുറിച്ച് നല്ലവണ്ണം ചിന്തിക്കുകയും ആലോചിക്കുകയും ആധി കൊള്ളുകയും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ബാക്കിയുള്ള കാര്യം ഇതൊക്കെ ഇപ്പം തന്നെ ഞാൻ ആ സുശീലയുടെ കാര്യം പറഞ്ഞില്ലേ. സുശീലയുടെ കാര്യം എന്താ? സുശീലയുടെ മകൾ മായയ്ക്ക് കഫീലിനെടുക്കുന്ന മർദ്ദനം. കഫീലിന് എന്ത് പറ്റി? കഫീലൊരു ഡ്രഗ്സ് കേസിൽ അകപ്പെട്ടു, മയക്കുമരുന്നിൻ്റെ കേസ് അകപ്പെട്ടു. അപ്പോൾ ഈ മായയും ആ ഡ്രഗ്സ് കേസിൽ പ്രതിയാക്കി അവൾ. ഓക്കെ, പണ്ടേ ശമ്പളമില്ല, ജീവിതം പോയിരിക്കുമ്പോൾ ഉണ്ട്. ഇപ്പം എന്ത് പറ്റി? ഡ്രഗ്സ് കേസ്, മയക്കുമരുന്ന് കേസിൽ ഗൾഫിൽ പ്രതി, 15 കൊല്ലം അകത്ത് കിടക്കണം. ഇവളെ ഇതുകൂടി കേട്ടപ്പോഴൊക്കെ ഭക്ഷണമായില്ല, ശമ്പളവും ഇല്ല, അവളുടെ പറ്റിക്കപ്പെട്ട് തട്ടിപ്പിലകപ്പെട്ട് പണവും നഷ്ടപ്പെട്ട് അവൾ നിൽക്കുന്ന സ്ഥലത്താണെങ്കിൽ സമാധാനം കൊടുക്കണില്ല അവൾക്ക്. ഇപ്പോഴെന്ത്? ഡ്രഗ്സ് കേസിൽ പ്രതിയുമായി. ഇതെല്ലാം വിളിച്ച് അമ്മയോട് പറയും. അമ്മ ഇങ്ങനെ സംഭവിച്ച് അനിയത്തിനെ ഫോണിൽ കിട്ടുമ്പോൾ കരയും അവൾ. അപ്പോഴ് അനിയത്തി പറഞ്ഞ് ചേച്ചിനെ മാതാവ് രക്ഷിക്കും, ഞാൻ ഏലക്കാമാല കെട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ കണ്ണ് നിറഞ്ഞു പോയി ഈ സാധനം കേട്ട് കഴിഞ്ഞാൽ. അവൾക്ക് വേറെ ഒന്നും ചെയ്യാൻ അറിയത്തില്ല. ചേച്ചിനെ അമ്മ രക്ഷിക്കും, ഞാൻ ഏലക്കാമാല അമ്മയ്ക്ക് വേണ്ടി കെട്ടണമുണ്ടെന്ന്. അവൾക്ക് എന്താ ചെയ്യാൻ അറിയാവുന്നത്? അവളൊരു നോൺ ക്രിസ്ത്യനാണ്. അവളുടെ ചേച്ചി ഒരു അന്യ സ്ഥലങ്ങളിൽ എലി പത്താഴത്തി വീണ പോലെ പിട്ടുകിടക്കുകയാണ്. അവൾക്ക് ദൈവതിരുസന്നിധി ദൈവത്തിനെ ഈ വിഷയത്തിൽ ഉൾപ്പെടുത്താൻ ചെയ്യാൻ അറിയാവുന്ന ആപ്പാടെ പണി എന്താ? അവളുടെ മനസ്സിൽ വന്നു ഞാൻ ഏലക്കാമാല കെട്ടണമുണ്ടെന്ന്. ആ ഒരു മാല മുഴുവൻ കെട്ടിക്കൊണ്ട് മാതാവിനിടും. എനിക്കറിയാം അതിൻ്റെ ബലം എന്താണെന്ന്. എന്താ കാര്യം? വിശ്വാസാവിഷ്കാരങ്ങളിൽ രണ്ടാമത്തതാണ് എന്താണ്? വിശ്വാസപ്രയോഗം. അതാണ് സാധനം. ഉടമ്പടിയിലില്ലേ എന്തൊക്കെയുണ്ട് വിശ്വാസത്തിൽ? പ്രാർത്ഥന, പ്രഖ്യാപനം, പിന്നെ എന്താണ്? പ്രയോഗം. അത് പ്രയോഗമാണ്. അവളുടെ അമ്മ സുശീല ചെയ്യണ പരിപാടി എന്താണെന്നറിയാമോ? അവളുടെ സുശീല വണ്ടിക്കാശി തണ്ണീർമുക്കത്തു നിന്ന് ഇങ്ങോട്ട് വന്നാൽ മതി, 10-12 കിലോമീറ്ററേ ഉള്ളൂ. ആ കിലോമീറ്റർ എല്ലാ ദിവസവും മാതാവിൻ്റെ അടുത്ത് വരും, നടന്നു വരും. കാര്യം എന്താ? പെട്ടിരിക്കല്ലേ, മകൾ പെട്ടിരിക്കല്ലേ. അപ്പം എല്ലാ ദിവസവും മാതാവിൻ്റെ അടുത്ത് വരും. എങ്ങനെ വരും? നടന്നു വരും. നിഷ്പാതകയായിട്ട് നടന്നു വരും. നടന്ന് വന്നിട്ടും പറയും, അമ്മേ ഞാൻ വരുന്നു, ഞാൻ പോണ്, എൻ്റെ മകളുടെ കാര്യം പറയാൻ വന്നതാണ്. അപ്പം നടന്ന് വരുമ്പോൾ ഒരു പ്രയോഗമുണ്ട് അതിൻ്റെ അകത്ത്. ഒരു പ്രഖ്യാപനമുണ്ട്, ഒരു പ്രയോഗമുണ്ട്, ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണ്? നടക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നടക്കണത് തന്നെ ഒരു പ്രഖ്യാപനമാണ്.
നടന്നു വന്ന് എത്തുന്നത് ഒരു പ്രയോഗമാണ്. ഇതെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം അതുകൊണ്ട് ദൈവത്തിന് ഇപ്പോൾ കർത്താവിൻ്റെ ഒരു വചനമുണ്ടല്ലോ, 14 എടുത്താൽ മോനെ. മർക്കോസ് 14:8. മർക്കോസ് 14:8. ഇവൾക്ക് സാധിക്കുന്നത്, അതാണ് നോക്കിയ കണ്ടല്ലേ, ഇവൾക്ക് പറഞ്ഞേ, ഇവൾക്ക് സാധിക്കുന്നത് ഇവൾ ചെയ്തു. അവൾക്ക് സാധിക്കണ ഏലക്കാമാല കെട്ടണതാണ്. അതാണ് സംഭവം. ഇതേതാ സംഭവം മനസ്സിലായ? ലാസറിൻ്റെ വീട്ടിൽ ലാസർ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ പാദത്തെങ്കിൽ 300 ദിനാറയ്ക്കുള്ള സുഗന്ധ തൈലം ലാസറിൻ്റെ ബദനിയിലെ മറിയം കാല് പൂശി പ്രാർത്ഥിച്ച്. അപ്പോൾ യൂദാസ് അവിടെ നിന്നുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കി. എന്ത് നോൺസെൻസാണിത്? അയാൾ യുക്തി ഉപയോഗിക്കുന്ന ആളാണ്. അയാൾക്ക് ഭക്തിയല്ല അയാൾ ഉപയോഗിക്കണത്, യുക്തിയാണ് ഉപയോഗിക്കണത്. അയാൾ ചോദിച്ചത് എന്താണിത്, നോൺസെൻസ് അല്ലേ ഇത്, ഇതുകൊണ്ട് ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കാൻ പറ്റത്തില്ലെന്ന് ചോദിച്ച്. നമുക്ക് ദൈവത്തിന് നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് വീട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ കിടന്ന് പൊറുക്കാൻ പറ്റത്തില്ല നമുക്ക്. മനസ്സിലായില്ലേ? രണ്ട് വിഷയമാണ്. അതെന്താ വെച്ചാൽ ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുക്കണം, സീസറിന് കൊടുക്കേണ്ടത് മനുഷ്യന് കൊടുക്കേണ്ടത് മനുഷ്യന് കൊടുക്കണം. മനുഷ്യന് കൊടുക്കേണ്ട അടുത്ത് ദൈവത്തിന് കൊടുക്കരുത്, ദൈവത്തിന് കൊടുക്കേണ്ട അടുത്ത് മനുഷ്യനെയും കൊടുക്കരുത്. അതിനെ ബാലൻസ്ഡായിട്ടാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. അവളെ സംബന്ധിച്ചിടത്തോളം ചെയ്യണത് എന്താണ്? ഒരു ദിനാറയ്ക്ക് 300 ദിനാറ ഒരു വർഷത്തെ കൂലിയാണ്. കർത്താവിനുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി അതിനൊരു കുപ്പി സുഗന്ധതൈലം മേടിച്ചിട്ട് കർത്താവിൻ്റെ 2 കാലിലും മുഴുവനും ഒഴിച്ചു കൊടുത്ത്, എന്നിട്ട് ആ കാല് ചുംബിച്ചു. അത് പ്രയോഗമാണ്, വിശ്വാസപ്രയോഗമല്ല, അവിശ്വാസം മൂത്തിട്ടുള്ള ഒരു സ്നേഹത്തിൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധങ്ങളതാണ്. അത് പ്രയോഗമാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ഇവളത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അമ്മ നടന്ന് വന്ന്, അവളുടെ അമ്മ തണ്ണീർമുഖത്തിൽ നടന്ന് ഇവിടെ വന്നിട്ട് പറഞ്ഞ്, എൻ്റെ മകളുടെ കാര്യം പറയാതെ തന്നെ അമ്മക്കറിയാമല്ലോ, അമ്മയെ കാണാൻ ഞാൻ നടന്നു വന്നതാണ്. അന്ന് രാത്രി അമ്മ അവളോട് പറഞ്ഞു, നാളെ നിൻ്റെ മകളെ വിളിക്കണം, നിൻ്റെ മകളെ വിളിച്ചൊരു പറയണം തലയെ തുണിയിട്ടൊരു സ്ത്രീ ഓഫീസിൽ വരുന്നുണ്ടെന്ന്, അതോടെ പ്രശ്നം തീരുമെന്ന്. അതാണ് വിഷയം. പിറ്റേ ദിവസം അമ്മ പറഞ്ഞ പോലെ തന്നെ തലയെ തുണിയിട്ടൊരു മുസ്ലിം സ്ത്രീയാണ് അവിടെ വന്നിട്ട് അവർ ഓഫീസിൽ വന്നിട്ട് ഇവളുടെ രജിസ്റ്ററിൽ കേസ് ക്യാൻസൽ ചെയ്ത് അവിടെ റിലീവ്ഡായി പെട്ടെന്ന്. അപ്പം എന്ത് ചെയ്യണം? ഒരു വിഷയത്തിന് എവിടെയാണ് അതിൻ്റെ കുറിഞ്ഞിരിക്കണത്, അവിടെ എന്ത് ചെയ്താൽ ശരിയാവുമെന്ന് ആർക്കറിയാം? അമ്മയ്ക്കറിയാം. അപ്പോൾ നമ്മൾ പറയും ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്യിച്ചോളാം, നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞാൽ മതി, ഈശോയെ കൊണ്ട് ചെയ്യിക്കേണ്ട കാര്യമൊക്കെ ഞാൻ ചെയ്യിച്ചോളാം, നിങ്ങളെന്താ ചെയ്യേണ്ടത്? അവൻ പറഞ്ഞ പോലെ ചെയ്യുക. കൈയടിച്ച് കർത്താവ് സുഡാലി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോഴീ ഉപ്പും ഉടമ്പടിയിലെ ഉപ്പും അതുപോലെ തന്നെ എണ്ണയും ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങളെ വിശ്വാസ പ്രയോഗത്തിലാണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതിന് നമുക്ക് വേണ്ട മൗലിക വികാരമെന്ന് പറയുന്നത് ദൈവസ്നേഹമാണ്. വിശ്വാസം മൂത്തിട്ടാണ് ദൈവസ്നേഹം ഉണ്ടാകുന്നത്. യൂത്തിനൊക്കെ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂത്ത് ഈ ഉടമ്പടി എടുക്കുന്ന കൊണ്ട് തന്നെ ചില സമയത്ത് അവർക്ക് ചില നെഗറ്റീവ് അനുഭവങ്ങളൊന്നും നിങ്ങളുടെ ഒരു കൗണ്ട് ഡൗൺ വരും ചില സമയത്ത്. എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ഉദാഹരണത്തിന് ഇപ്പം നിങ്ങൾ അച്ഛൻ്റെ എല്ലാ ദിവസവും ഒരു സാക്ഷ്യം അല്ലെങ്കിൽ ഒരു ഡെയിലി ബ്രെഡ് നിങ്ങൾ ഷെയർ ചെയ്യുന്നു, നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തേ, ഉടനെ അവരെന്ത് ചെയ്യും? ദൈവത്തിനെ കാണുമ്പോൾ തന്നെ പല്ലിളിക്കണ പിശാചുക്കളുണ്ടാവും. നിങ്ങളുടെ കൂട്ടുകാരായിരിക്കും. ചിലപ്പോൾ നിങ്ങളെ അവർ ക്യാൻസൽ ചെയ്ത് കളയും, ബ്ലോക്ക് ചെയ്ത് കളയും. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായില്ലേ? നിങ്ങൾക്ക് പറ്റാത്ത ആൾക്കാരിൽ നിന്ന് നിങ്ങൾക്ക് ബ്ലോക്കിങ് കിട്ടുമ്പോൾ തന്നെ ആ സാധനം പോയി കിട്ടത്തില്ലേ? ആ സാധനം ആ ഗ്രൂപ്പിൽ കിടന്നാൽ മോശമാണ്. അച്ഛൻ പറഞ്ഞ് മനസ്സിലായില്ലേ? നിങ്ങളെ വിചാരിക്കും, അയ്യോ ഞാനിങ്ങനെ ഇവർക്ക് സെൻഡ് ചെയ്യും, ഇവർ മതം മാറ്റമാണെന്ന് കരുതുക, അല്ലെങ്കിൽ എന്നെ ഒരു ഭക്തി ആയിട്ട് കരുതുക. ഞാൻ ഭക്തിയൊന്നുമല്ല, എനിക്ക് തൽക്കാലം IELTS പാസ്സാകാനുള്ള അഭ്യാസം മാത്രമേ ഉള്ളൂ എന്ന് അവർക്കറിയാൻ പാടില്ല.
പറഞ്ഞ മനസ്സിലായില്ല? അത് നമ്മുടെ രഹസ്യധാരണകൾ നിങ്ങൾ വിവേചിക്കണം. നിങ്ങൾ എന്തുകൊണ്ട് ഷെയർ ചെയ്യുന്നില്ല കൂട്ടുകാർക്ക്? അതിൻ്റെ കാരണം നിങ്ങളിതൊരു 3 മാസത്തുള്ള അഭ്യാസമായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഒക്കട്ടെ കിട്ടണേ കൂട്ടി പോയ ചട്ടി, അതുകൊണ്ടാണ് ഷെയർ ചെയ്യാത്തത്. ഞാൻ ഈ 3 മാസത്തെ അഭ്യാസത്തിന് വേണ്ടി എടുത്തിരിക്കുന്ന കാര്യം എൻ്റെ കൂട്ടുകാരുടെ മുമ്പിൽ ഞാനൊരു പത്തിപ്രാന്തിയായിട്ട് അറിയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഷെയർ ചെയ്യത്തില്ല. നിങ്ങളുടെ ആന്തരിക വിചാരങ്ങളെ കർത്താവ് വിവേചിച്ചിരിക്കുന്നു. കർത്താവ് നിങ്ങളെ വിധിക്കുന്നു. ഈ വിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മര്യാദയ്ക്ക് ഷെയർ ചെയ്ത് രക്ഷപ്പെടുന്നതാണ് നല്ലത്. ചെറുപ്പക്കാർക്കും ഇതുപോലെയുള്ള അബദ്ധങ്ങൾ സംഭവിക്കുക. നിങ്ങളുടെ കൂട്ടുകാരെല്ലാം ഒരു മേനിക്കെങ്കിലും സ്വയം ഹ്യൂമനിസ്റ്റിൻ്റെ മാനവികൻ്റെ കുപ്പായമെടുത്ത് അടിഞ്ഞിട്ടുള്ള പാർട്ടിയാകും. അപ്പം നമ്മളത് ഷെയർ ചെയ്ത് സ്റ്റാറ്റസ് ഇട്ട് കഴിയുമ്പോൾ അവനവിടെ നമ്മൾ 2ാം പൗരനാക്കും. അവൻ 1ാം പൗരനാകും. ആരാണ് 1ാം പൗരൻ 2ാം പൗരൻ എന്താ അവസാനം അറിയാൻ പറ്റും. അവൻ പറയും എന്ന് തുടങ്ങി ഈ പത്തിപ്രാന്തൊക്കെ. എടാ, മര്യാദയ്ക്ക് അധ്വാനിച്ച് ജീവിച്ചാൽ പ്രശ്നമൊന്നുമില്ല, അല്ലെങ്കിൽ ഇതുപോലെ ചെന്ന് ചാരേണ്ടി വരും. ഹ്യൂമനിസ്റ്റായി. അപ്പോൾ നമ്മളവർക്ക് അവനാണ് വലിയ, അവനൊരു കുന്തും അറിയത്തില്ല. ദൈവത്തെ അറിഞ്ഞില്ലെങ്കിൽ എല്ലാം അറിയാം. ദൈവത്തെ അറിഞ്ഞില്ലെങ്കിൽ തീർന്നില്ലേ? അവന് ദൈവത്തെ അംഗീകരിക്കേണ്ടത് അതിന് പോരായ്മയെ കരുതിയിരിക്കുകയാണ്. അവൻ്റെ അന്ത്യം നമ്മൾ കണ്ടിട്ടില്ലല്ലോ. കാണുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് അവൻ പറഞ്ഞത് നീ അനുസരിക്കാൻ നീ ബാധ്യസ്ഥനാകണത്? അതുകൊണ്ട് നീ നിഷ്പക്ഷമായിട്ടും നിർഭയനായിട്ടും കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ വക്താവായിട്ട് മാറാവുന്ന കൈ അടിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ഞങ്ങളുടെ ആന്തരിക വിശുദ്ധീകരണ മേഖലകൾ വെളിപ്പെടുത്തുന്നതിന് നന്ദി പറയുന്നു. നമ്മൾക്ക് ജനക്കൂട്ടത്തെ കാണുമ്പോൾ നമുക്ക് എന്താ തോന്നേണ്ടത്? അനുകമ്പയാണ് തോന്നുന്നുണ്ട്. എന്താണ്? അവർക്ക് കർത്താവിനെ ആവശ്യമുണ്ടല്ലോ എന്ന് തോന്നണം. നീ ദൈവത്തിൻ്റെ ആളാണെങ്കിലേ ജനക്കൂട്ടത്തെ കാണുമ്പോൾ നിൻ്റെ ഗ്രൂപ്പിലെ വാട്സപ്പ് ഗ്രൂപ്പിലായാലും ശരി, നിൻ്റെ ഏത് മേഖലയായാലും ജനക്കൂട്ടമാണല്ലോ അത്. അവരെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? അവന് അനുകമ്പ തോന്നണം. എന്താണ്? അവർക്ക് കർത്താവിനെ അറിയത്തില്ലല്ലോ. അവരെ അറിയിക്കാനുള്ള അവർ ഇടയില്ലാത്ത ആടുകളെ പോരല്ലേ, കർത്താവില്ലാത്ത ആൾക്കാരെ പോരല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ജനക്കൂട്ടത്തെ കാണുമ്പോൾ ചില അണ്ണന്മാർക്ക് എന്താ തോന്നണത്? അവർ ഓന്തുമാരുണ്ടല്ലോ, ഈ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കണം എന്ന് പറഞ്ഞാൽ ജനക്കൂട്ടത്തെ കാണുമ്പോൾ പിന്നെ മതം മറന്നു പോകും, വിശ്വാസം മറന്നു പോകും. ജനക്കൂട്ടത്തെ കാണുമ്പോൾ വിശ്വാസം മറക്കണത് ആരാണ്? ബിസിനസ്സുകാരായിരിക്കും, ഒരു സംശയമില്ല. എന്താ കാര്യം? ഇപ്പം നീ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ വസ്തു മുസ്ലിം മേടിക്കത്തില്ല, ഹിന്ദു മേടിക്കത്തില്ല. കേരളത്തിൽ ജാതീയത ശക്തമല്ലേ. അപ്പം അതുകൊണ്ട് എന്നാ ശരി, എനിക്ക് മതമില്ലെന്ന് പറഞ്ഞാൽ മതിയല്ല. മതമില്ലാത്ത ജീവനാണെന്നൊക്കെ പറഞ്ഞാൽ മതിയല്ലേ. എനിക്ക് മതമില്ല, ഞാൻ നിരീശ്വരവാദിയാണെന്ന് പറയുമ്പോൾ എൻ്റെ ചരക്ക് എല്ലാവരും മേടിക്കും. അപ്പോൾ മറ്റുള്ളവർ ചരക്ക് വിറ്റഴിക്കാൻ വേണ്ടി നീ ദൈവത്തിന് ഒറ്റിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ ഇന്ന് മാപ്പ് പറയണം. ഇവിടെ വെച്ച്, കർത്താവേ ഇതെല്ലാം കടന്നു പോകുന്നതാണ്, കടന്നു പോകുന്നത് നീ മാത്രമാണ്. ഞാൻ നിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതിരുന്നിട്ടുണ്ടെങ്കിൽ, ഐഡൻറ്റിറ്റി തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവേ മാപ്പ് ചോദിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പ്രഖ്യാപിക്കേണ്ടത് എവിടെയാണ്? ആദ്യം സ്വന്തം വീട്ടിലാണ് പ്രഖ്യാപിക്കേണ്ടത് ആദ്യം. കാര്യം വിശ്വാസത്തിനെതിരായിരിക്കും ഭർത്താവ്, അല്ലെങ്കിൽ ഭാര്യ, അല്ലെങ്കിൽ മകൻ, അല്ലെങ്കിൽ മകള്. അവളെ കേൾക്കും, അയ്യോ അവൾ കേൾക്കും, അവളെല്ലാം പറയും. അതുകൊണ്ട് ഞാൻ പ്രത്യക്ഷക്കാരനെ ചുണ്ടിൻ്റെ താഴെ പ്രത്യക്ഷ പ്രാർത്ഥിക്കുന്ന പിശാചുക്കളുണ്ട്. എന്താ കാര്യം? മകള് കേൾക്കും, അവൾക്ക് ഇഷ്ടപ്പെടത്തില്ലെന്ന്. അപ്പം തന്നെ നിന്റെ കാര്യത്തിൽ തീരുമാനമായില്ലേ? അതാണ് ഈശോ പറഞ്ഞ 10:32 മനുഷ്യരുടെ മുമ്പിൽ ഏറ്റു പറയണമെന്ന്. അപ്പോൾ അവൾ കേട്ടാലും അവൻ കേട്ടാലും, അവന് പ്രാന്ത് കയറിയാലും പിശാച് കയറിയാലും ചാടിപ്പോയാലും നീ നിൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കണം. എവിടെയാണ്? ഒരുത്തൻ വിശ്വാസം പ്രഖ്യാപിക്കേണ്ടത് ആദ്യമായി അവൻ്റെ വീട്ടിൽ തന്നെയാണ്. ക്ലിയർ അല്ലേ? ആ, എന്താ കാര്യം? നീ ഇത് പറയാൻ ജെയ്സി എന്ന് പറഞ്ഞൊരു മോളെ ഈ ദിവസം സാക്ഷ്യം പറഞ്ഞു. അവളുടെ സാക്ഷ്യം എന്ന് പറയണത് അവളുടെ മകന് ഉടമ്പടിയിലൊന്നും വിശ്വാസമില്ല, ഉപ്പിലും വിശ്വാസമില്ല. അപ്പം എൻ്റെ പ്രശ്നം വെച്ചാൽ, പക്ഷേ അമ്മ ഇവൻ്റെ മകനെ സ്വിറ്റ്സർലൻഡിലാണ് അവൻ MBA പാസ്സായതാണ്. പക്ഷെ അവിടെ MBA പാസ്സായെന്ന് പറഞ്ഞാലും ഈ ഇൻറ്റേൺഷിപ്പിന് പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇൻറ്റേൺഷിപ്പിന് പോണ മുമ്പ് അമ്മ പറഞ്ഞ്, എടാ നിനക്ക് ഇൻറ്റേൺഷിപ്പ് കിട്ടാൻ അവിടുത്തെ നാട്ടുകാർ തന്നെ ഉണ്ട്, നിന്നേക്കാൾ വലിയ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരും ക്വാളിറ്റി ഉള്ള ആൾക്കാരും ഉണ്ട്, അവരെടുക്കത്തുള്ളൂ, നമുക്ക് മെറിറ്റില്ല. അതുകൊണ്ട് നീ എന്ത് ചെയ്യണമെന്ന് പറയാം, ഈ ഉപ്പ് കൊണ്ടുപോയി
ഇൻറ്റേൺഷിപ്പ് ഓഫീസിൽ ഇടണമെന്ന് പറഞ്ഞു വിശ്വാസപ്രമാണം ചൊല്ലി. അപ്പോഴവൻ പറഞ്ഞു ഞാൻ ഇടത്തില്ല. അയ്യോ ഇതൊക്കെ എങ്ങനെ ഇതൊക്കെ ചെയ്താൽ വല്ല കാര്യം ശരിയാവുക, അവിടെയൊക്കെ ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ അമ്മ പറഞ്ഞു ക്യാമറ ആയതുകൊണ്ട് സായിപ്പിനെ കാണുമ്പോൾ കവാത്ത മറക്കണവരൊക്കെ ചില ആൾക്കാർ ക്യാമറ കാണുമ്പോൾ കവാത്ത മറക്കുകയും. അവൻ പറഞ്ഞു ഞാൻ നിൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞു. നീ ചെയ്യേണ്ട ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. നിന്നെ അവിടെ ഇടിപ്പിക്കണ കാര്യമാണ്. ഇൻറ്റേൺഷിപ്പ് ഓഫീസിൽ പോയി അമ്മ കൊണ്ട് അവൻ നിൽക്കുമ്പോൾ അവിടെ ഉപ്പിട്ടിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി, മാതാവേ ഞങ്ങൾക്ക് കഴിവില്ല, ഞങ്ങൾക്ക് മെറിറ്റില്ല, ഇത് നോട്ട് ബൈ മെറിറ്റാണ് വർക്ക് ചെയ്യേണ്ടത്, ഉടമ്പടി അതിനുവേണ്ടി ഞാൻ ഉടമ്പടി ചെയ്തിരിക്കണം, അതുകൊണ്ട് ഈ മകനെ ഇവിടെ ഇൻറ്റേൺഷിപ്പിൽ എടുക്കണമെന്ന് പറഞ്ഞു എക്സ്പീരിയൻസിന്. പല നാട്ടുകാർക്ക് സീറ്റില്ല, അവന് സീറ്റ് കിട്ടി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ആ കമ്പനി വേറൊരു കമ്പനി അവനെ ജോലിക്ക് വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞേ എടാ മകനെ ഉടമ്പടി ഉപ്പുണ്ട് നമുക്കൊണ്ട് ഇടാമെന്ന് പറഞ്ഞ്. അപ്പോൾ അമ്മ പറഞ്ഞു അമ്മ അതൊക്കെ ശരിയാകുക, അവിടെയൊക്കെ ഒത്തിരി ആൾക്കാരൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ രാത്രി ഓഫീസിൽ പോകാം, രാത്രി ഓഫീസ് അമ്മയുമായിട്ട് ഈ മകൻ്റെ കൂടെ അമ്മ രാത്രി ഓഫീസിൽ പോയിരിക്കുക. എന്നിട്ട് രാത്രി ഓഫീസിൽ പോയി അവിടെ നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് അവിടെ ഉപ്പിട്ടിട്ട് പോകുന്നു. പ്രഖ്യാപനമാണ്, വിശ്വാസ പ്രഖ്യാപനം. അപ്പോൾ നമുക്കൊരു അവസരം കിട്ടുമ്പോഴെന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദൈവത്തിന് തോന്നണം, നമ്മൾ ഏത് കാലാവസ്ഥയിലും കർത്താവിനെ തള്ളിപ്പറയത്തില്ല. സുവിശേഷം എന്ന് പറയുന്ന വിശ്വാസം, നമ്മളെന്താ കർത്താവ് തുടങ്ങണം എങ്ങനെയാണ്? വിശ്വസിക്കുക, സുവിശേഷത്തിൽ അനുതപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് ബേസിക്കായിട്ട് വേണ്ടത് സുവിശേഷത്തിലാണ്. അനുതപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ വചനങ്ങളിലും ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതികളിലും ദൈവത്തിൻ്റെ പരിപാലന മാർഗങ്ങളിലെയും നമ്മൾ വിശ്വാസത്തിലെടുക്കണം. എന്നിട്ട് ആ വിശ്വാസത്തെ നമ്മൾ പ്രയോഗിക്കണമാണ് ഉപ്പിടുമ്പോൾ. ഉപ്പ് അവൻ പിന്നെ ഒരു ഗുണം ചെയ്തു, അവൻ അത്ര മോശക്കാരനല്ല. അവൻ എപ്പോഴും ഈ ഉപ്പൊക്കെ പബ്ലിക്കായിട്ട് ഇടാനും ബുദ്ധിമുട്ടുണ്ടെങ്കിലും തൈലം പൂശിയിട്ടേ അവൻ ഇറങ്ങത്തുള്ളൂ. അവൻ ഇൻ്റർവ്യൂവിനാണെങ്കിലും വീട്ടിൽ എല്ലാ ഉടമ്പടി തൈലം പൂശിയിട്ട് ഇറങ്ങത്തുള്ളൂ. പക്ഷെ അമ്മ അതിനേക്കാൾ കടുത്ത ആൾക്കാരാണ്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ അമ്മയുടെ സാക്ഷ്യം കേൾക്കുമ്പോഴുണ്ടല്ലോ, ഇവന് അവിടെ ജോലി കിട്ടാൻ ഒരു സാധ്യതയുമില്ല. പക്ഷേ അമ്മ മാതാവിൻ്റെ നോട്ട് ബൈ മെറിറ്റ് എന്നല്ലേ, എനിക്ക് കഴിവില്ല, എൻ്റെ കഴിവല്ല, നിൻ്റെ കൃപയെന്നല്ല എൻ്റെ പ്രഖ്യാപനം. നമ്മൾ വിശ്വസിക്കണത് എന്താ പ്രഖ്യാപിക്കണത്? എൻ്റെ കഴിവല്ല, നിൻ്റെ കൃപ. അതിനാണ് ഈ ഉപ്പിടണത്, വിശ്വാസപ്രമാണം ചെല്ലണത്. അപ്പോൾ ആ ജോലി അവന് കിട്ടി. അതിൻ്റെ സാക്ഷിയാണ് അവൻ പറഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിൽ. ഞാൻ നിങ്ങളോട് പലപ്പോഴായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യവും കറക്റ്റായിട്ടുള്ള കാര്യങ്ങളും ആയിരക്കണക്കിന് ജനങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി വിജയിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ട് ചെയ്യുമ്പോൾ തന്നെ സൂക്ഷിച്ചും കൂടുതൽ ഈസിയായിട്ട് ചെയ്യാൻ കഴിയുന്നവർ കൂടുതൽ കഷ്ടപ്പെട്ട് നിവർത്തിക്കണം. പറഞ്ഞ മനസ്സിലായ കാര്യം, നിങ്ങളുമായിട്ട് കോമ്പറ്റ് ചെയ്യുന്ന ആൾക്കാർ വേറെയാണ്. കൂടുതൽ ഈസിയായിട്ട് ചെയ്യാൻ കഴിയുന്നവർ കൂടുതൽ കഷ്ടപ്പെട്ട് ഉടമ്പടി നിവർത്തിക്കണം. എന്താ കാര്യം വെച്ചാൽ, ഇപ്പോൾ ചിലരൊക്കെ സാക്ഷ്യം പറയാൻ വന്നിട്ട് പോകും, ഉടമ്പടി ചെയ്യാൻ വന്നു. അവർ ഉടമ്പടി ചെയ്യാൻ വേണ്ടി മാത്രം പ്ലെയിനിൽ സഞ്ചരിച്ച് അന്യരാജ്യത്തു നിന്ന് വന്നിട്ട് ഉടമ്പടി ചെയ്തിട്ട് അന്ന് തന്നെ പോകുകയാണ്. അവർക്ക് ഒരു ഉടമ്പടിക്ക് ലാഭമാകണത്, അവർക്ക് ഉടമ്പടിക്ക് ചിലവാകണത് 2.5 ലക്ഷം രൂപ 3 ലക്ഷം രൂപയാണ് ഒരു ഉടമ്പടിക്ക്. അപ്പം ഞങ്ങൾ രാവിലെ വന്ന് ഇവിടെ കലവൂരിൽ ആലപ്പുഴയിൽ നിന്നൊക്കെ വന്നിട്ട് ഞങ്ങൾ വെളുപ്പിനെ വന്ന് നിൽക്കണമെന്ന് പറയും. എപ്പോഴാണ് ഞാൻ ചോദിക്കുക, എത്ര മണിക്കാണ് വന്നത്? 7 മണിക്ക്. അതാണ് നിങ്ങളുടെ വെളുപ്പിനെ? ഞങ്ങൾ വെളുപ്പിനെ വന്ന് നിൽക്കണം എന്ന് പറയും. ഇവിടെ വെറുതെ നടന്ന് വന്നതായിരിക്കും. അപ്പം ഞാൻ എത്ര മണിക്ക്? 7 മണിക്ക്. അപ്പം വെളുപ്പിനെന്ന് പറഞ്ഞാൽ 7 മണിക്കാണ്. ഇവർക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല. അപ്പം അതുകൊണ്ട് കൂടുതൽ ഈസിയായിട്ട് വരുന്ന ആൾക്കാർ കൂടുതൽ അതിൻ്റെ അകത്ത് കഷ്ടപ്പെട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ദൈവത്തിന് മനസ്സിലാകും ഇത് സത്യസന്ധമായ കാര്യമാണെന്ന്. പറഞ്ഞ മനസ്സിലായില്ലേ? ഇത് ഏറ്റവും വലിയ പ്രശ്നമേ. എനിക്ക് ഇപ്പോൾ ഇത്രയും നാൾ ലക്ഷക്കണക്കിന് മനുഷ്യർ ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മ പറയണത്, ഇതിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം പിടിച്ച സംഭവം എന്താണെന്ന് അറിയാമോ? ദൈവത്തിനെ ഒന്ന് വിശ്വസിപ്പിച്ചെടുക്കുകയാണ്. ഞാൻ എടുത്തിരിക്കുന്ന സത്യസന്ധമായ ഉടമ്പടിയാണെന്ന് ദൈവത്തിനെ ഒന്ന് വിശ്വസിപ്പിച്ചെടുക്കാൻ വലിയ പാടാണ്. നമ്മളെടുത്തിരിക്കുന്ന ഉടമ്പടി, നിങ്ങളുടെ റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഉടമ്പടിയിലുള്ള റിസ്ക് ഫാക്ടർ എന്താണ്? ഈ നിങ്ങൾ എടുത്തിരിക്കുന്ന ഉടമ്പടി സത്യസന്ധമാണെന്ന് ദൈവത്തിനെ വിശ്വസിപ്പിച്ചെടുക്കണതാണ് പാട്. അത് ഇത്തിരി സമയമെടുക്കും. അത് നിങ്ങളുടെ ഓരോ കാര്യങ്ങളിലൂടെ നമ്മൾ സീരിയസ് ആണ് ഈ വിഷയത്തിൽ, സിൻസിയറാണെന്ന് ദൈവത്തിനെ നമ്മൾ വിശ്വസിപ്പിച്ചെടുക്കണം. അത് ഓരോ ദിവസത്തെയും ഉടമ്പടിയുടെ വെല്ലുവിളിയാണിത്. എന്താണ്? എൻ്റെ ഉടമ്പടി കർത്താവിനെ കൊണ്ട് കൺകർ ചെയ്യിക്കണം. മൈ കവനൻറ്റ് മസ്റ്റ് ബി കൺകേർഡ് ബൈ ജീസസ്. അത് ദിവസങ്ങളും ഉയർത്തണ വെല്ലുവിളിയാണ്. നമ്മുടെ മുമ്പിൽ ഓരോ ദിവസവും ഉയർത്തണ വെല്ലുവിളിയാണ് നമ്മളെടുത്തിരിക്കുന്ന ഉടമ്പടിയെ കൊണ്ട് ദൈവത്തെ കൊണ്ട് അംഗീകരിപ്പിച്ചെടുക്കുക എന്നുള്ളത്. ആ സത്യസന്ധമായ ഉടമ്പടിയാണെന്ന്. അത് അഭ്യാസം കാണിക്കാൻ ചെയ്തതല്ല, ദൈവത്തോടുള്ള സ്നേഹത്താൽ വിശ്വസിച്ച് ഇത് അവസാനത്തെ തിരഞ്ഞെടുപ്പാണെന്നുള്ള ബോധ്യത്തിലാണ് എൻ്റെ മക്കൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എനിക്കിത് ഇത് ഫയറാകണത്. അതുകൊണ്ട് അറിഞ്ഞ് ആണ് ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. മരുന്നോ ലേപനോ അല്ല. മരുന്നിനും ലേപനത്തിനും സുഖപ്പെടുത്താൻ കഴിയുന്നതിന് ഉള്ള പരിധി നീ തന്നെ നിൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞതാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി എവിടെയാണ് വേദന, എവിടെയാണ് ഭാരം, വർഷങ്ങളായി ആയിരക്കണക്കിന് മനുഷ്യർ സൗഖ്യപ്പെട്ട ഈ വേദിയിൽ മാതാവ് നിൻ്റെ കൈകളെ ഇരിക്കുന്ന സ്ഥലത്ത് അമ്മയുടെ കൈകൾ വെച്ചുകൊണ്ട് നിൻ്റെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഞാനും എൻ്റെ സ്വരവും ഒക്കെ ഒരു ദൈവത്തിൻ്റെ ഒരു മീഡിയമായിട്ട് മാത്രം നിൽക്കുന്നതാണ്. കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മ തന്നെയാണ്. നിങ്ങൾ കൈവെക്കുമ്പോൾ ആ കൈവെക്കുന്നിടത്ത് അമ്മയുടെ കൈകൾ വെക്കുന്നുണ്ടെന്ന ബോധ്യം ഉണ്ടാകണം. എവിടെയാണ് രോഗം? മുതുകിന് രോഗമുള്ളവരുണ്ട്, സ്പോണ്ടിലോസിസ് രോഗമുള്ളവരുണ്ട്, കഴുത്തിന് രോഗമുള്ളവരുണ്ട്, ഉദരത്തിന് രോഗമുള്ളവരുണ്ട്, കരളിന് രോഗമുള്ളവരുണ്ട്, ഹൃദയത്തിന് രോഗമുള്ളവരുണ്ട്, ശിരസിന് രോഗമുള്ളവരുണ്ട്, സർവാംഗം രോഗമുള്ളവരുണ്ട്. അവിടെ എല്ലാ ഇടങ്ങളിലും കൈകൾ വെച്ചുകൊണ്ട് ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ, സൗഖ്യത്തിനായി ശ്രദ്ധിക്കട്ടെ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് ഈ ആരാധനയിലൂടെ അങ്ങയുടെ നാമത്തെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, എല്ലാ മക്കൾക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ഉച്ച മുതൽ ഉള്ളംകാൽ വരെ അങ്ങയുടെ വിശുദ്ധമായ രക്തത്താൽ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്ന കോശങ്ങളിലെ രക്തധമനികളിൽ കർത്താവിൻ്റെ രക്തം പടരട്ടെ. കോശങ്ങളിലെ രക്തധമനികളിൽ, സിസ്റ്റുള്ള ഇടങ്ങളിൽ, അതുപോലെ തന്നെ പിസ്റ്റുലുള്ള ഇടങ്ങളിൽ, പിസിഒടി ഉള്ള ഇടങ്ങളിൽ, മുഴകളുള്ള ഇടങ്ങളിൽ കർത്താവിൻ്റെ രക്തം പടരട്ടെ. രക്തം കട്ടപിടിച്ച അവസ്ഥകളെ യേശു ക്രിസ്തു നാമത്തിൽ മെൽട്ടായി പോകട്ടെ. മക്കളില്ലാത്തവർ, ബോധം മറഞ്ഞവരെ, തളർന്ന് കിടക്കുന്നവർ, മരുന്ന് ഏൽക്കാത്തവർ, കിടപ്പിലായിപ്പോയിട്ടുള്ളവർ, ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവർ, വെള്ളം കുടിക്കാൻ പറ്റാത്തവർ, മൂത്രമറിയാതെ പോകുന്നവർ, രക്തമൊഴുകാതെ പോകുന്നവർ, സ്രാവങ്ങളുള്ളവർ, ചെവിന്ന് പഴുപ്പ് വരുന്നവർ, നിർത്താത്ത മൂക്കൊലിപ്പുള്ളവർ, ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകപ്പെടട്ടെ. മാരകരോഗങ്ങള്, തീരാവേദികള്, നടുവേദനകള്, കിഡ്നി വേദനകള്, സ്പോണ്ടിലോസിസ് അസുഖങ്ങള്, വളഞ്ഞ നടുവല്ലുകള്, തുളലുകള്, കുഴഞ്ഞ അസ്ഥികള്, ഓപ്പറേഷന് ശേഷം റോഡുകള് അകത്തായി പോയവര്, ഇനി ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞവര്, സിസേറിയൻ കാരണം ഇനി മക്കൾ ഉണ്ടാവത്തില്ലെന്ന് പറഞ്ഞവര്, മക്കളില്ലാത്ത ദമ്പതികള്, യേശുവിന്റെ നാമത്തില്, ഓട്ടിസം രോഗികള്, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങള്, മക്കൾ ഇല്ലാത്തവര്, പഠിക്കാൻ പറ്റാത്തവര്, വീട്ടിൽ കലഹം ഉണ്ടാക്കുന്നവര്, മദ്യപാനാസക്തികള്, മനോരോഗികള്, എപ്പിലെപ്സി രോഗികള്, അപസ്മാ രോഗങ്ങള്, വിട്ടുമാറാത്ത പനികള്, രോഗങ്ങള്, പീഡകള്, ആദികള്, വ്യാധികള്, അസമാധാനങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ എന്റെ മക്കളെ. ജീവിത ഭാരങ്ങള്, ജീവിത പ്രാരാബ്ദങ്ങള്, ജീവിത ദുരിതങ്ങള്, ജീവിത സങ്കടങ്ങളുടെ മേൽ ദൈവിക തീരുമാനം ഉണ്ടാകുകയും വിടുതൽ പ്രാപിക്കുകയും ചെയ്യുന്ന സമയമാണ്. ജോലി ഇല്ലാത്തവര്, ജോലി നഷ്ടപ്പെട്ടവര്, വീടില്ലാത്തവര്, വീടിന് വെക്കാൻ സ്ഥലം പോലും ഇല്ലാത്തവര്,
സാമ്പത്തികമായ ബാധ്യതകളാൽ വിഷമിക്കുന്നവര്, ജപ്തി നടപടി നേരിടാൻ പോകുന്നവര്, നടപടിയിൽ ഇരിക്കുന്നവര്, വിവാഹത്തിലെ ബന്ധം പിരിഞ്ഞുകൊണ്ടിരിക്കുന്നവര്, കോടതി കേസ് കിടക്കുന്നവര്, അതുപോലെ തന്നെ കോടതിയിൽ അദാലത്തിന് വിളിച്ചിരിക്കുന്നവരെ, ഓരോരോ വിഷയങ്ങൾക്ക് വേണ്ടിയും കർത്താവിന്റെ തിരുസഭയിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവർ, പറഞ്ഞാൽ അനുസരിക്കാത്ത മക്കള്, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന മക്കള്, തോന്നുമ്പോൾ തിരിച്ചു വരുന്ന മക്കള്, അനുസരണ ഇല്ലാത്തവര്, തെറ്റായ പ്രണയത്തെ കുടുങ്ങിക്കൊണ്ട് കുടുംബത്തിന് നാശം വിതക്കുന്ന മക്കള്, അന്ധമായ അവസ്ഥകളിൽ കുടുംബത്തിന്റെ കാര്യങ്ങളൊന്നും അന്വേഷിക്കത്തില്ല, മാതാപിതാക്കന്മാർ അന്വേഷിക്കത്തില്ല, മക്കളെ സഹോദരങ്ങൾ അന്വേഷിക്കത്തില്ല, സ്വന്തം കാര്യം മാത്രം നോക്കിക്കൊണ്ട് സ്വന്തം കാര്യത്തിന് വേണ്ടി കുടുംബത്തെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നവര്, കുടുംബത്തിന്റെ അസുര വിത്തുകൾ എന്ന് പറയുന്ന സന്തതികള്, അവരുടെ മേലെല്ലാം കർത്താവിന്റെ രക്തം, കർത്താവിന്റെ രക്തം, കർത്താവിന്റെ രക്തം പതിക്കട്ടെ, പതിക്കട്ടെ. യേശുവിന്റെ നാമത്തില്, സഭയുടെ അധികാരത്തില്, പുരുഷന്റെ അടയാളത്തില്, ദൈവത്തിന്റെ ശക്തിയാൽ മാരക തടസ്സങ്ങള്, തീരാവേദ്യങ്ങള്, ജീവിതദുരിതങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അവനുമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയേ, നിന്റെ രാജ്യം സ്വന്തമാക്കുവാൻ ഞങ്ങൾക്കുള്ളതെല്ലാം സന്തോഷത്തോടെ പോയി വിറ്റ്, അഥവാ സുവിശേഷ വചന പ്രകാരം ഞങ്ങളെ തന്നെ പരിത്യജിച്ച് നീയാകുന്ന സന്തോഷത്തിലേക്ക് വരുവാൻ ഈശോയെ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, സത്യഹൃദയത്തോടെ നിന്റെ കൃപയുടെ സിംഹാസനത്തെ സമീപിക്കുവാൻ, ഏറ്റവും ശുദ്ധമായ മനസ്സോടുകൂടി ഉടമ്പടിയെ പുൽകുവാൻ, ആന്തരികമായ വിശുദ്ധീകരണം ഈശോയെ ഞങ്ങളുടെ ഓരോ മേഖലകളിലും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന.
ആവേ ആവേ മരിയ ആവേ ആവേ മരിയ. ഇടക്കിടക്ക് അച്ഛൻ ധ്യാനത്തിലൂടെ ഓരോ കാര്യങ്ങൾ ഓർപ്പിക്കുന്നത്, ഞാൻ ഓർപ്പിക്കുന്നതിനേക്കാൾ ഉപരി ആ ആഴ്ചയിൽ